டேய், நான் வந்து தங்க இந்த வீட்டுக்கு மொத்தம் பிரச்சனை 2.5 இன்ச்சு ஆணி அடிக்க முடியல. நான் வந்து தங்கச்சேன் இந்த வீட்டுக்கு எந்த பிரச்சனையும் கிடையாது. ரொம்ப குவாலிட்டி உள்ள வீடு. சுத்திட்டா லைட்டு கத்தும், டப்பு துறந்தா வெள்ளம் வரும். ரொம்ப அருமையான வீடு. ஆனா இந்த வீட்டுக்குள்ள மழை பெய்யும் போது பிரளயம். அந்த ஃபேனாலே என்னோட நெஞ்சு வலிக்குது. ஐயோ, மழை பெய்യുമ്പോൾ ചാറ്റിലടിച്ച് കയറുന്നതാ. വേറെ എന്ത പ്രശ്നയും கிடையாது. அந்த ഫിറോസ് എന്ന് പറയുന്ന മുട്ടാൾ പയലെ സാറിന് மட்டும்தான் நாங்க எல்லாம் கூப்பிட்டு இருக்கு. வேற எந்த வார்த்தையும் பேசாതെ. என்ன டேய், ചുമ്മാ കൂടുതൽ നിന്ന് വെറുപ്പിക്കാതെ വീഡിയോ തുടങ്ങടാ. ഹലോ, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നതല്ല. രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് വിഷയം. ഇവരുടെ കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി പുറത്തോട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു മാലയിൽ മുത്ത് കോർക്കുന്നത് പോലെ ഇതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊടുക്കാം. ആൻഡ് ഇതിൽ സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇത് കാണുക. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് റിലീഫ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. എന്താണെങ്കിലും ആദ്യം നമുക്ക് രേഷ്മ പി തങ്കച്ചൻ തന്റെ ഇൻസ്റ്റയിൽ കഴിഞ്ഞ ഇട്ടേക്കുന്ന സ്റ്റോറി നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ. രേണുസുതിയാണേ. രേണുസുതിയാണേ. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. എന്തായാലും നമുക്ക് ഒന്നുകൂടെ കാണാം. രേണുസുതിയാണേ. ഇതുപോലൊന്ന് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഹലോ. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കാണാം. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? അത് പോയേക്ക് അവിടുന്ന്. എനിക്ക് ഭയങ്കര നാണം വരുത്. ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എന്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും. എന്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ നാണമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം നോക്കുക. സോറി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളുമില്ല. പിന്നെ കുട്ടികൾ ഉണ്ടാവാനെ കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളും ഇല്ല. എന്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെയെന്ന് അത് എന്റെ ഇഷ്ടമാണ്. പിടികിട്ടിയോ? എന്റെ കെട്ടിയോനല്ല നിങ്ങൾ, അല്ലെങ്കിൽ എന്റെ തന്തയല്ല നിങ്ങൾ. ഇരുന്ന് കുറ്റം പറയുന്നവരോടാ പറയുന്നത്. അങ്ങനെ എല്ലാവർക്കിട്ടും തന്തയ്ക്ക് വിളി കൊടുത്തിട്ടുണ്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. എന്നാൽ ആൾക്കാർ എന്തിനാ പറയുന്നതെന്നൊന്ന് ആലോചിക്കണ്ടേ? വീട്ടിൽ ചെന്ന് നേരെ നിങ്ങളുടെ കാര്യം നോക്കാം. ഭാര്യ മക്കളില്ലാത്തവർ അവനവന്റെ കാര്യം നോക്കി. പെണ്ണില്ലാത്തവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുകയല്ലേ ചെയ്തേക്കുന്നത്. ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അവനവന്റെ കാര്യം നോക്കെന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് തന്നെ നിങ്ങൾ കണ്ണാടി നോക്കി പറയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വർക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ നൈസായിട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ ആരും ഒരു കാര്യവും പറയാൻ വരില്ലായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടനെയും തൻ്റെ ബിസിനസ്സിനെയും ആ ബിഷപ്പിനെ വരെ നാറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അപ്പോഴല്ലേ ആൾക്കാർ സംസാരിച്ചേക്കുന്നേ. നിങ്ങൾക്ക് എന്തുവാകാം, ബാക്കി ആരും ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതാണ് പരിപാടി. എൻ്റെ അടുത്തല്ല. പിന്നെ ഇതൊക്കെ കണ്ട് രേണുസുതി അങ്ങ് കരഞ്ഞ് തളന്ന് നെവർ. അത് വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ. സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ, അല്ലാതെ ഒന്നും എന്നെ തളർത്തത്തില്ല. ഈ ചേച്ചി ഉണ്ടല്ലോ പണ്ടേ ഇങ്ങനെ കുറുമ്പിയ. ആദ്യം പറയോ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എനിക്ക് എന്തിനാ, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. പിന്നെ വന്ന് പറയും നെഗറ്റീവ് കമന്റ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ഊർജ്ജമാണ്, ഞാൻ അങ്ങോട്ട് ചാർജ് ആയി എന്ന് പറയും. പിന്നെ വന്നിട്ട് താണ്ട് വീണ്ടും ഇതുപോലെ പറയും അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ. പിന്നെ അതാ വീണ്ടും ഇതുപോലെ വന്ന് പറയുന്നതായിരിക്കും. ഞാൻ മുമ്പ് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്നുള്ളത്. പക്ഷേ അതിന്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പുള്ളിക്കാരി കടന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയയിലോട്ട് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി കേൾക്കാം. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, ഈ പറഞ്ഞേക്കുന്ന ഫ്രണ്ട്സ് ആരാണ്? ഈ അലിഞ്ചോസ് പെരേര, ആറാ ടണ്ണൻ, ഇവരൊക്കെയല്ലേ ഇവരുടെ ഫ്രണ്ട്സ്. പിന്നെ ഈ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേക്കുന്നത്. അതായത് ഇതൊന്നും കാണാറോ ഇല്ല, കേൾക്കാറോ ഇല്ല. ചേച്ചി കാണാതെയും കേൾക്കാതെയൊക്കെയാണ് നേരെ പോയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ പോലീസ് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ തൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അവരുടെ വ്ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്തൊന്ന് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, രേണുവിൻ്റെ വീട് മുറ്റത്ത് നിന്ന് നോക്കിയാൽ കാണാം. അതാണ് സുചേട്ടൻ്റെ മക്കളുടെ വീട്. ഇതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളായിരുന്നുള്ളൂ. ഈ ഒരു എൻട്രി എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഞാൻ ഒരു വീഡിയോക്കകത്ത് പ്രകടിപ്പിച്ചിരുന്നു ഇങ്ങനൊരു സംശയം, ഇനി എപ്പോഴാണോ ഈ പുള്ളിക്കാരിയും കൂടെ രംഗപ്രവേശനം ചെയ്യാന്നുള്ളത്. അങ്ങനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു കഥാനായിക.
ബാക്കി പറഞ്ഞാട്ടെ. ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പോൾ മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയുണ്ട്. കുഞ്ഞുങ്ങളെ 3 പേര് പപ്പായും അമ്മയാണ് നോക്കുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കൾ അവിടെ ആയിരിക്കും. ഈ മക്കളെങ്കിലും ഇതിന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരോട് ഒരു അപേക്ഷയാണ്, ഞങ്ങൾക്കും ജീവിക്കണം. മക്കളെ മോശമായിട്ട് ആൾക്കാർ കാണും എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ രേഷ്മ പി തങ്കച്ചിന് ഈ കുടുംബത്തിനൊക്കെ ഈ ഒരു വീട് കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇവർ മറ്റേ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇങ്ങനെ വൈറലാവുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ കുടുംബം മൊത്തം ഇങ്ങനെയാണ്. തങ്കച്ചൻ ഇങ്ങനെ, നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഇങ്ങനെ, അവരുടെ സഹോയും ഇങ്ങനെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ആരും കുട്ടികളെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാ ആൾക്കാരും ആ കുട്ടികളുടെ നല്ലതിന് വേണ്ടി മാത്രമേ സംസാരിച്ചുള്ളൂ. വീഡിയോക്കകത്തൂടെ ആണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും ഒക്കെ. പിന്നെ ഈ കുട്ടികളെ പറ്റിയിട്ട് ആരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം പറയുന്നത്? നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. പറഞ്ഞാട്ടെ, നമുക്കൊന്ന് കേൾക്കാം. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞ് നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. ഇതൊരു ഒറ്റ വീഡിയോക്കകത്ത് കാണിച്ചേക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. ആ കുട്ടികളെങ്കിലും നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടേന്ന് ഇവരുടെ സഹോ പറഞ്ഞു. തൊട്ടിപ്പുറത്ത് എന്താണ് നമ്മുടെ രേഷ്മ പി ചെയ്യുന്നത്? നേരെ എനിക്ക് ആ കുട്ടികളെ നോക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, എനിക്ക് വയ്യ, പ്രശ്നം തീർന്നില്ലേ? അല്ല, ഇത് ആരുടെ കുഞ്ഞാണിത്? നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മലയാളികളും പൂർണ്ണ മനസ്സോടെ തന്നെ ആ കുട്ടികളെ സ്വീകരിക്കുന്നതായിരിക്കും. ആരെങ്കിലും ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് ഈ പറഞ്ഞ കുഞ്ഞിനെ നോക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങളൊരു അമ്മയാണ്. ആ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ട്രോഫിയുടെ വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നല്ലേ, വീടിൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത്രയും നാൾ അതൊന്നും ഇല്ലായിരുന്നു. ആ ട്രോഫിയുടെ സാധനം നൈസായിട്ട് മറന്നപ്പോഴത്തേക്ക് നേരെ ഇത് ഉൾട്ടടിച്ച് തിരിച്ച് അവർക്ക് പോസിറ്റീവ് വരണമല്ലോ. അപ്പോൾ നിങ്ങളെന്നാ കുഞ്ഞിനെ നോക്കിക്കോ, നിങ്ങളങ്ങ് ഏറ്റെടുത്തോ. കിച്ചുവിനാണെങ്കിൽ അവൻ വളർന്നു, അവനിനി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും ഒരു 100K ഒക്കെ ആയപ്പോൾ വിളിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു അമ്മയാണ്. അവിടുന്ന് കൊച്ചു കള്ളി. ഈ വിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്. ഇതല്ല തേപ്പ് കൊച്ചാട്ടാ, തങ്കം ചേട്ടാ, നിങ്ങൾ ചെയ്യുന്നതാണ് തേപ്പ്, ഒടുക്കത്തെ തേപ്പ്. കാര്യം അവിടെ നിങ്ങൾ ഈ വീടിൻ്റെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ ശരിയാണല്ലോ, ഇവർ പറഞ്ഞിരിക്കുന്ന ഉള്ള കാര്യമാണല്ലോ. ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഈ വെള്ളം ഒഴിക്കുക അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ മതിലിൻ്റെ അവിടെ പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടൊക്കെ ആദ്യമേ ഈ ബിൽഡേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ വെള്ളം ഒഴിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പണി പോലും എടുക്കാതെ അവിടെ നിൽക്കായിരുന്നു. എന്നാൽ പിന്നെ വേറൊരാളെ വിളിച്ച് ചെയ്യിപ്പിച്ചുകൂടെ, ലോക്കൽ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട്? അത് ചെയ്യൂല. 1500 രൂപ മറ്റേ ആ ഒരു സർട്ടിഫിക്കറ്റിന് മുടക്കാൻ പോലും വയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് അവരെ ഈ മെയിൻ്റെനൻസ് പോലും ചെയ്യാതെ കുനിഞ്ഞൊരു മുട്ടുസൂചി പോലും അവർക്ക് എടുക്കാൻ വയ്യ. ഇതെല്ലാം ആ ബിൽഡേഴ്സ് വന്ന് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവർ കുറ്റം മൊത്തം അവരുടെ മണ്ടയ്ക്ക്. എന്നിട്ട് ഇവർ പറയാണ് തേപ്പാണെന്ന്. കിട്ടുന്നത് 3-4 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഷോർട്ട് ഫിലിം, അവർക്കറിയാം, തരുന്നവർക്കറിയാം. ഏറ്റവും കൂടുതൽ 5 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് കിട്ടുന്ന അറിയാലോ. അത് എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ വീട്ടിൽ, റേഷൻ അരി ഉള്ളതുകൊണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട്. അവൻ എൻ്റെ മോനാണ്, അവന് ആവശ്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവൻ ചോദിച്ചില്ലേ പോലെ ഞാൻ കൊടുക്കാറുണ്ട്, അവൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ 5000 രൂപയ്ക്കാണ് ഞാൻ മാക്സിമം വാങ്ങാറുള്ളത്. അങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും വർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ അത്രയും ദിവസം വർക്ക് മാത്രമല്ല, അവാർഡിൻ്റെ സമ്മേളനമാണ്, സംസ്ഥാന സമ്മേളനം. എവിടെ പോയാലും അവാർഡും കിട്ടും. പിന്നെ ഈ കിട്ടുന്ന പൈസ കണ്ടല്ലോ, കിച്ചുവിന് കൊടുക്കുന്നു പറയുമ്പോഴത്തേക്കിന് ആഴ്ചയിലെങ്കിൽ ഒരു 300 രൂപ അങ്ങനെ ഇങ്ങനെ കുറച്ച് എമൗണ്ട് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇവർ ഈ ഇൻ്റർവ്യൂവിനകത്തൊക്കെ പറയുന്നത് മറ്റേ 2000 അങ്ങനത്തെ വലിയ എമൗണ്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. 300 ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ വിവി ബ്രോ പറഞ്ഞേക്കുന്ന കാര്യമാണ്. കിച്ചുവിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇനി ബാക്കി നമ്മുടെ രേഷ്മ പി പറഞ്ഞാട്ടെ. അത് ഞാൻ കണ്ടില്ല. അപ്പൊ ഈ ഒന്നും കാണുന്നില്ല സത്യമായിട്ടും, സത്യം. ലാലേട്ടൻ വരെ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസും അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണാൻ സമയം കിട്ടുന്നതാണ് പറയുന്നത്. അത്രയും പോലും കിട്ടാനില്ല. അവിടെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഊക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഇല്ലാണ്ടായിപ്പോയി. കാര്യം ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്യില്ല. ഇവിടെ മഞ്ജു വാര്യർ, കേരളത്തിന്റെ ഒരു മഞ്ജു വാര്യറൊക്കെ സൈഡേ. ഇപ്പം രേഷ്മ പി തങ്കച്ചനാണ്. അങ്ങനെയുള്ളപ്പോ ബിസി ആയിരിക്കൂടെ? കാണാറില്ല, പാട്ട് കേൾക്കുന്ന ഒരു ഇങ്ങനൊരു വിഷയം വരുമ്പോ. അതെ, പാട്ട് കേൾക്കാൻ മാത്രമേ ഈ യൂട്യൂബ് എടുക്കാറുള്ളൂ കേട്ടോ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. പക്ഷേ ആരുടെ റിയാക്ഷൻ വീഡിയോ പോലും കാണാറില്ല. അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോലും ഇവർ റിയാക്ഷൻ വീഡിയോ കാണാറില്ല.
ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കിച്ചുവിന് 100K സെലിബ്രേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ 100K ആയപ്പോഴത്തേക്കിന് വിളിച്ചൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക പോലും ചെയ്തില്ല. തൻ്റെ മകനെന്നാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെ തൻ്റെ മകൻ്റെ ആണെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റിൽ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ പോലും ഒരു 2 സെക്കൻഡ് വിളിച്ചതല്ലേ, മോനേടാ ഇതുപോലെ കണ്ടു എടാ കൺഗ്രാറ്റ്സ് കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം മതില്ല. അങ്ങനെ പോലും ഇവർ ചെയ്തിട്ടില്ല. കിച്ചു തന്നെ ലൈവിൽ പറഞ്ഞ കാര്യമാണിത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് എല്ലാ ചക്കച്ചവണിയും എടുത്ത് സ്റ്റോറി സ്റ്റാറ്റസും അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഇവര് ഒരു സ്റ്റോറി പോലും കിച്ചുവിനെ പറ്റി ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സാധനം അതൊന്നും വലിയ തെറ്റായിട്ടോ വലിയ പ്രശ്നമായിട്ടോ ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ ചക്കച്ചവണി എല്ലാവരുടെയും അലിൻജോസ് പെരേരെ ആറട്ടെണ്ണ ഇങ്ങനെയുള്ള സകലമായ ആൾക്കാരുടെയൊക്കെ സാധനങ്ങളൊക്കെ ഇടാൻ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മകൻ്റെ മാത്രം ഇവർ ഇട്ടില്ല? ചോദ്യമാണ്. രേണു എന്ന് പറഞ്ഞ പേര് കുഞ്ഞിലെ എന്നെ എന്റെ അമ്മയുടെ ചേട്ടത്തിന് മാറിയിട്ട് പേരാണ് രേണു. ഇത് 1ാം ക്ലാസ് ചേർത്തപ്പോൾ അങ്ങനെ തന്നെയാണ് ആദ്യം. അത് കഴിഞ്ഞ് അമ്മയുടെ കൂട്ടുകാരുടെ ഒരു ടീച്ചർ ഉണ്ട്, ക്ഷേമ ടീച്ചർ. ടീച്ചർ പറഞ്ഞ രേണു എന്നുള്ള പേര് വരുമ്പോൾ രേഷ്മ എന്നിടാം. ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അപ്പോഴും എനിക്ക് രേണു എന്നാണ് ഇഷ്ടം പേര്. സുധിച്ചേട്ടന് രേണു എന്നാണ്. സുധിച്ചാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിക്കുന്നതിന് കുറെ നാൾ മുന്നേ നിനക്ക് രേഷ്മ എന്നാണ് അതിന്റെ പേര്. ഒപ്പിടുമ്പോഴാണ് തോന്നുന്നു അറിയുന്നത് രേഷ്മ. എനിക്ക് ഇഷ്ടമില്ല രേഷ്മ എന്നുള്ള പേര്. രേണു തന്നെയാണ്. അന്ന് ഞാൻ രേണു സുധി അത് ഇവന്മാരെന്തിനാണ് പറഞ്ഞ രേഷ്മ രേണു സുധി മാറ്റാം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സുധിച്ചേട്ടനാണെങ്കിൽ പോലും ഇവരുടെ ഒറിജിനൽ പേര് രേഷ്മ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ മാത്രമായിരുന്നു. അതുവരെ പറ്റിച്ച് ജീവിക്കായിരുന്നല്ലേ, കൊച്ചു കള്ളി പേര് മറച്ച് നടക്കായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ വിടുവോ? നമ്മുടെ രേഷ്മ പി തങ്കച്ചനല്ലേ നമ്മുടെ ഉയർ നൻപി, പിന്നെ അല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അപ്പം ഇവരെയൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തില് ഒരുപാട് ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളും ഒരുപാട് വനിതകളും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ 33 വർഷത്തെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ കാണുന്നത്. കഷ്ടമുണ്ടേ, 4 സൈഡിൽ നിന്നും വട്ടത്തിലെ മൂക്കുവാണേ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മുതല ഞാൻ കണ്ടിട്ടില്ല. എടി ഇതിലും വലിയൊരു അപമാനം എന്താണ്ടേ കിട്ടാനുള്ളത്? എനിക്ക് വിഷമമുണ്ട്. കാരണം ഫിറോസ് വേറൊരു വീട് മിമിക്രി ആർട്ടിസ്റ്റിന് വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാനുമായിട്ട് എല്ലാം ഓക്കെ ആക്കിയതാണ്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇന്റർവ്യൂ പറഞ്ഞു താജ് പത്തനംതിട്ട ഒരു വീട് വെക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ അതിന് ഒരു സഹായം ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് 6 ഭാഗ്യമാണ് തറ വീണ്. തങ്കച്ചൻ, രേഷ്മ പി തങ്കച്ചൻ, നിങ്ങൾ കാരണം മറ്റൊരാളുടെ വീട് കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ അഭിമാനിക്കാം. ഇതിനൊരു അവാർഡ് കൂടി ഇവർക്ക് കൊടുക്കണം കേട്ടോ. നാളെ ഞാൻ അറ്റാക്ക് വന്നു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഞാൻ പപ്പ അടുത്ത് പപ്പ ഒരു ഫാൻ ഇളകി നെഞ്ചത്ത് വീണ പപ്പ ഇത് ഉണ്ടായിരിക്കുമോ? കുഴപ്പമൊന്നുമില്ലെന്ന്. ഹോസ്പിറ്റലിൽ പോകും. ആ ഹോസ്പിറ്റലിൽ പോയി തെളിവൊന്ന് പപ്പ കാണീര്. കള്ളി വെളിച്ചത്താവുകയാണല്ലോ തമ്പുരാനെ എന്നായിരിക്കും ഇപ്പം നമ്മുടെ തങ്കണ്ണൻ വിചാരിക്കുന്നത്. കാര്യം ഫാൻ മണ്ടയ്ക്ക് വീണിട്ട് ആശുപത്രിയിൽ പോലും പോയിട്ടില്ല. കാര്യം ഭയങ്കര ഭീകര പ്രശ്നമായിട്ട് അവതരിപ്പിച്ചേക്കുന്നതായിരിക്കുന്നു നമ്മുടെ തങ്കൻ ചേട്ടൻ, നമ്മുടെ തങ്കണ്ണൻ. പക്ഷേ തങ്കണ്ണൻ ആദ്യം ഭയങ്കര കൊടും ഭീകരനായിട്ട് മറ്റേ മെയിൻ സ്ട്രീം മണ്ണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് തൊട്ടടുത്ത ദിവസം മറുനാടൻ TV വന്നിട്ട് ഞങ്ങൾ സാറേ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ, ഞങ്ങൾ വേറൊരു അക്ഷരം പോലും ചേർത്ത് വിളിക്കാറില്ല. ഈ വീട് നല്ല വീടൊക്കെ തന്നെ, പക്ഷേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ കുഞ്ഞിനാണ് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എൻ്റെ പൊന്നേ, ബാക്കി കേൾക്കാം. ഇവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടെ പുള്ളി പുറത്ത് വിടുന്നുണ്ടായിരുന്നു. നമുക്കത് കേൾക്കാം. വന്നപ്പോ ഒരു വാർപ്പല്ലോ ചോരുന്ന ഷീറ്റല്ലേ അതിന്റെ അവിടെ വാർപ്പിന്റെ അവിടെ ഒരു ലീക്ക് കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതല്ലല്ലോ പ്രശ്നം. ഈ തേപ്പ് മൊത്തം പോയി. പിന്നെ അവര് കാണിച്ചു. അല്ലല്ല, അവര് കണ്ട എഞ്ചിനീയറെ വന്നിരിക്കും. എഞ്ചിനീയറും അതിന്റെ മെയിൻ പണിക്കാരനെ വന്നിരിക്കുന്നത്. അപ്പൊ അവരത് എന്താന്ന് വെച്ചാൽ കണ്ടിട്ട് പോട്ടെ. ഞാൻ പറയട്ടെ, 1 കോടി രൂപയുടെ പണിയാലും ചില വീടുകളിൽ നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലടിക്കുകയാണെങ്കിൽ പിന്നെ ഈ തേപ്പൊക്കെ ചെറിയ പൊട്ടലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. സർവ്വസാധാരണമാണ്. ഞാനൊരു കാര്യം പറയും. സിമെന്റ് മണലോ സിമെന്റ് എൻസാൻഡിട്ടല്ല തേച്ചിരിക്കുന്നത്. അതാണ് പറ്റിയത്. നമ്മുടെ തങ്കണ്ണന് പ്രശ്നം എത്ര മാത്രമേ ഉള്ളൂ. സിമെന്റ് ആയിരുന്നു തേക്കേണ്ടിയിരുന്നത്. പക്ഷേ സിമെന്റ് തേച്ചില്ല എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അവിടെ ജിപ്സം ആണ് അവർ തേച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ തങ്കണ്ണന് വലിയ പ്രശ്നമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അല്ല, ജിപ്സം. എന്റെ പൊന്നു കേട്ടോ, അവരങ്ങനെ ഞാൻ പറയട്ടെ, ഒരു ചാനലിൽ പോയി വീട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. ഞാൻ ചോദിക്കട്ടെ അവള് അറിവില്ല. അങ്ങനല്ലല്ലോ, അറിവില്ലെന്ന് പറയില്ല. അറിവുണ്ട്. പറയാൻ നമുക്കൊരു അവസരം തരുന്നില്ല അല്ലേ? സാറൊന്നും ന്യായീകരിക്കണ്ട. നിങ്ങള് സാറേന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ഉള്ള കാര്യം കേട്ടോ. സാറൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. സാറേന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട് കേട്ടോ. 1 വർഷമായിട്ട് നിങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. 1 വർഷമായിട്ട് ഞാൻ ഇടപെട്ടിരിക്കുന്നു. നാളെ വന്നവരാളെ ഞാനൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ഞാൻ തന്നെ പറഞ്ഞേ, ഇനി തരുത്തേ ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോളെ.
എങ്ങനെ അതല്ലേ പറഞ്ഞത്? ഇന്ന് വരെ ഫിറോസ് സാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളല്ലേ ഇടയ്ക്കെന്ന് പറഞ്ഞത്. ഞാനാണ് ഇടയ്ക്ക് വേണ്ട. ഇവിടെ പറഞ്ഞ കേട്ടോ, ഫിറോസ് സാർ എന്നെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടാ പറഞ്ഞത്, ഫിറോസ് എന്ന് പറയുന്ന അയാൾ എന്തൊക്കെയാ കാട്ടിയത്, അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങളുടെ വീടിടിച്ച് തരിപ്പണമാക്കുന്നു പറഞ്ഞു. എൻ്റെ പൊന്നിടാവേ, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ തങ്കണ്ണൻ്റെ ഓരോ കുറുമ്പ്. ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുക, ഇതൊക്കെ വേറൊരു ഹാലുസിനേഷനൊക്കെ ഇരുന്നിട്ടെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യമാക്കണ്ടേ. എനിക്ക് വീട്ടിലെ കാര്യം സാറിനോട് സംസാരിക്കണ്ട. എനിക്ക് അത്ര നേരമുണ്ട്. ഞാനത് പറയും. അതെ, സാർ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. എനിക്ക് പിണക്കവാ. പിണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ തങ്കണ്ണനെ പിന്നെ പറ്റൂലടി. ഇവരുടെ ഈ ഒരു സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ ഇപ്പൊ ഫിറോസ് വിളിച്ചിരുന്നേ, എന്നെ ഇപ്പൊ വിളിച്ചു. ഞാൻ എന്റെ ഫോൺ എന്റെ നമ്പർ കംപ്ലീഷൻ ഒന്നും വരച്ച് ഇനി തരത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്താ കാരണം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കംപ്ലീഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനെ ഒരു 1500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നേ. ഇവർക്ക് ചെയ്യാനെ കൊണ്ട് പറ്റൂല. 1500 രൂപ മുടക്കാൻ പറ്റില്ല. കാര്യം കൊടും പട്ടിണിയിലാണ് എല്ലാ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ രേഷ്മപ്പി എന്താണ് പറഞ്ഞത്, ഒരു വർക്കിന് മാക്സിമം ഞാൻ 5000 രൂപയാണ് വാങ്ങുന്നത്. അപ്പം കുറേ വർക്കുകളുണ്ട്, വീട്ടിൽ കയറാൻ പോലും പറ്റാറില്ല. അതേപോലെ ഒരു വർഷത്തിൽ 365 ദിവസം ഇവർക്കങ്ങ് ഷൂട്ടും കൊണ്ടങ്ങ് നിൽക്കാൻ വയ്യ. ഇവർ ഇന്നിപ്പോൾ എടുത്തേക്കുന്ന അവരുടെ ചാനൽ ഇട്ടേക്കുന്ന വീഡിയോക്കകത്താണെങ്കിൽ ഇവർ പറയുന്നുണ്ട് ഞാൻ ഷൂട്ടിന് പോകാനെ കൊണ്ട് ധൃതിയിൽ നിൽക്കും. പക്ഷേ ഈ സത്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തോരം ഡ്രാമയാണ്. ജീവിതത്തിൽ കിഡിലൻ അഭിനയമാണ്. അതിലൊരു രക്ഷയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ഒരു 1500 രൂപ മുടക്കാൻ അവർക്കില്ല. മെയിൻ്റനൻസ് എന്തിനാ, ആ ഒരു വെള്ളം വീട്ടിലോട്ട് ആ ഒരു ടൈമിൽ പണ്ട ടൈമിൽ ഒഴിക്കാൻ പറഞ്ഞിട്ട് അവർക്കത് പറ്റൂലായിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ആ വീടിന്റെ പെർമിറ്റ് എടുത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എല്ലാം ഉണ്ടെങ്കിൽ അവിടെ അടുത്ത ഒരാൾ പ്ലാൻ വരയ്ക്കുന്ന ആരെങ്കിലും പോയി കാണുക. ബാക്കി എല്ലാ പേപ്പറും അന്ന് ഞാൻ പറഞ്ഞ എല്ലാം മണ്ടേ ടാക്സ് അടച്ച പേപ്പറും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നുമില്ല, നമുക്ക് വേണ്ടത് അത് വേണ്ടെന്നോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീട് ചോരുന്ന കാര്യം പറഞ്ഞു. അത് ഞാൻ ചെയ്തോളാം. വേറെ കാര്യമുണ്ട്, ഈ വീട് മൊത്തം ചോരുവാണ്. അതായത് വീട് മൊത്തവും ചോറാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു മഴ പെയ്യുമ്പോൾ ഇവരുടെ വീടിനകത്ത് പ്രളയമാണ്, വെള്ളപ്പൊക്കമാണ്. അത്രയും ബുദ്ധിമുട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവർ എന്ത് പരിപാടിയാണ് ഇവർ കാണിച്ചത്. നമ്മുടെ തങ്കണ്ണന്റെ വിഷമം ദുഃഖം നമ്മളെ കാണാണ്ട് പോയത് സുഹൃത്തുക്കളെ. മൊത്തം ചോരുവ. ഒന്നുകൂടെ പറയാം, അദ്ദേഹം പറഞ്ഞ എന്താ, വീട് മൊത്തം ചോരുവ. വീട് മൊത്തം ചോരുവ. ആണ്, വീട് മൊത്തം അങ്ങ് ചോരുവാണെന്നേ. ഇത് സംഭവം പറഞ്ഞില്ല. നമ്മുടെ തങ്കണ്ണനാണ് ഷവറിൽ കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ടെറസിൻ്റെ മണ്ടേ കൂടി ഇങ്ങനെ കയറിയിട്ടാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് മുട്ടുസൂചിയും കൂടെ ഓരോ കുത്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുമല്ലോ. അപ്പം അതിലൊന്ന് കുളിച്ച് ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തങ്കണ്ണൻ തന്നെ ചെയ്തേക്കുന്ന പരിപാടിയാണ് ചോർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എൻ്റെ പൊന്നിടാവേ, വീടിനകത്ത് അങ്ങ് ഒലിച്ചങ്ങ് ഇറങ്ങുകയാണ് അതിനകത്ത്. എനിക്ക് അവരോട് യാതൊരു വിരോധമില്ല. നമുക്ക് അവരോട് സന്തോഷമേ ഉള്ളൂ. അഭിനയിക്കണം. എല്ലാ മലയാള സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പുള്ളിനെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചനെ വഴി തെറ്റിക്കുന്നത്. കാര്യം ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് കൊടുത്തിട്ട് പുള്ളിക്കാരി ഇതൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കിടയിൽ പോലും പുള്ളിക്കാരി ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അത് നിങ്ങളൊന്ന് കാണാം. ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്, മീൻസ് സൗണ്ട് ഒന്ന് ചേഞ്ച് ആക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കോപ്പറേറ്റ് അടിക്കും. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഞാനും റീൽസ് ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കത്തുള്ളൂ നായ. എന്തോരം ഊക്കാടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സന്തോഷമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഊർജ്ജമാണ്. ഇതൊക്കെ ഊർജ്ജമായിട്ട് എടുക്കുകയാണ്. ഇവരെ സഹായിച്ചേക്കുന്ന വ്യക്തി തന്നെ പറഞ്ഞേക്കാണ്, നായ നടുകടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുകയുള്ളൂ. അമ്മാതിരി പരിപാടിയല്ലേ ഇവിടെ കാണിച്ചേക്കുന്നത്. അതാണ് അവർക്കൊരു എന്റർടൈൻമെന്റ്. അങ്ങനെ വേണ്ടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മറുനാടൻ മലയാളിയിലാണെങ്കിൽ ഷാജൻ സ്കറിയ അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങളോട് ഇവരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അത് തുറന്ന് കേൾക്കാം. ലക്ഷ്മി നക്ഷത്രയെ കഴിഞ്ഞ ദിവസം UK വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് ലക്ഷ്മി നൽകിയത്. അവിടുന്ന് പോയി ആകെപ്പാടെ ഉണ്ടായിരുന്നു സുധിച്ചേട്ടന്റെ സ്പ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ അവസാനം ലക്ഷ്മി നക്ഷത്രം ഇതൊക്കെ കേട്ട് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞാനതന്ന് എന്തിന് ചെയ്ത്. ഇതായിരിക്കും ലക്ഷ്മി നക്ഷത്രയുടെ മൈൻഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും കൊള്ളാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മറുനാടൻ മലയാളിയാണെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് തോന്നുന്നു കേൾക്കണ്ടേ? കേൾക്കാം. ഏതാണ്ട് പൂർത്തിയായപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി
ഒരു മതിൽ കൂടി പണിത് കൊടുക്കാൻ ഫിറോസ് തീരുമാനിക്കുന്നു. എന്നാൽ അതിനുള്ള പണം തികയുമായിരുന്നില്ല. വീട് പണിതിനെ പൂർത്തിയാക്കിയത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്താണ്. അനേകം പേരുടെ സൗജന്യ അധ്വാനവും ഈ പൂർത്തിയാക്കലിന്റെ പിന്നിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത് ഒരു മോഹം ബാക്കിയാണ്, ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. ആ പണം രേണു സുധിക്ക് കൊടുക്കുക എന്നതിനേക്കാൾ ഫിറോസിന്റെ നന്മയ്ക്കുള്ള അംഗീകാരമായാണ് ഞങ്ങൾ കൈമാറിയത്. അങ്ങനെ ഞങ്ങളുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ വീടാണ് ചോർന്നൊലിക്കുന്നു എന്ന് രേണു സുധി ചിലരോട് പറഞ്ഞത് വളരെ സങ്കടകരമാണ്. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹായിച്ച ആൾക്കാരുടെയൊക്കെ കഞ്ചില് മണ്ണ് വാരിയിടുന്നത് ഞങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങളുടെ രേഷ്മയ്ക്കും പി തങ്കച്ചിനും, രേഷ്മ പി തങ്കച്ചിന് ഭയങ്കര ഒരു ഉൾപ്പുളകം, ആനന്ദം കൊള്ളിക്കുന്ന അത്രത്തോളം അടിപൊളിയായിട്ടൊരു കാര്യമായിട്ടാണ് അവരിതിനെ കാണുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.